വെറുതെ ഇരുന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് കണ്ടുപെട്ടെ ടൈനി എക്കോ സിസ്റ്റം ഓരോ ടെറേറിയം വാട്ട് എവർ. അപ്പോൾ വിചാരിച്ച് ഏതായാലും വെറുതെ ഇരിക്കുന്നില്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ട്യൂട്ടർ വീഡിയോസൊക്കെ കണ്ടു നോക്കി. അപ്പോൾ അതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയൊരു കോൺഫിഡൻസ് കിട്ടി. സോ മെറ്റൽ ചെയ്ത് ഇറങ്ങിയതാണ്. അപ്പോൾ ഒന്നൊരു കാര്യം മനസ്സിലായി, മെയിൻലി വേണ്ടത് മൗസ് എന്ന് പറയുന്ന സംഭവമാണ്. അത് നോക്കുമ്പോൾ മഴക്കാലമുള്ളതുകൊണ്ട് ഏടിയില്ല, എല്ലാം ഉണങ്ങിപ്പോയിട്ടുള്ളത്. സോ അമ്മയോട് ചോദിച്ച് ഇത് എവിടെയും കിട്ടുമോ ഇല്ലയോ. അപ്പോൾ അമ്മ പറഞ്ഞ് എപ്പോഴും ആൾക്കങ്ങളുടെ ഭാഗത്തുണ്ട്, ആടെ എപ്പോഴും വെള്ളം നനയുന്നല്ലോ. സോ ആടെ പോയി നോക്കി ആകെ ഒരു മൂലക്കാകെ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചോദിച്ചേരാൻ പറയാം 2 ദിവസം മുമ്പ് എല്ലാം ചിരണ്ടിക്കളഞ്ഞു. അയ്യോ, ഇനിയുള്ളത് ചോണം പോലെ എന്ന് പറഞ്ഞ പോലെ ഞാൻ വീട്ടിന് മുറ്റത്ത് ഇറങ്ങിയിട്ട് ആടെ ഇടിയുള്ള ചെറിയ ചെറിയ ചെടിയെല്ലാം എടുത്ത് അങ്ങനെ ആക്കാമെന്ന് ഇനി വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി പണി തുടങ്ങാം. ഞങ്ങളുടെ നെസ്സേ കഫേൻ്റെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്ത്, പിന്നെ എടുത്ത് കുറച്ച് സോയിൽ വിത്ത് കൗഡങ്ങേറ്റ്, പിന്നെ എന്തല്ലോ ചേരിപ്പൊടി എന്തോ പറയുക സംഭവം എല്ലാം കുറച്ച് മിക്സ് ആക്കിയിട്ടുണ്ട്. കുറച്ച് വെണ്ണീർ എടുത്തിട്ട് പിന്നെ കുറച്ച് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്നും എടുത്ത് നിൽക്കാറുണ്ട് ആടെ നിലത്ത് കണ്ടാലോ, അപ്പം എടുത്ത് വെച്ചാന്ന് ഞാൻ ഇപ്പം തീരുമാനിച്ചില്ല എന്തിനാന്ന് എടുത്തിരുന്നു. പിന്നെ കുറച്ച് വെള്ളമുണ്ട് ആൻഡ് ഗ്രാസ്. ട്യൂട്ടർ വീഡിയോസ് കണ്ടുപോലെ തന്നെ ചെയ്യാൻ നോക്കുന്ന വീഡിയോ. ആൻഡ് ഫസ്റ്റ് തന്നെ സ്റ്റോൺ എടുത്ത് ബേസ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ന്യൂട്രീഷ്യസ് സോയിൽ. സോയിലിനെ ഒരു ഡിസൈനിങ് ഓർഡറിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇനിയാണ് മെയിൻ ടാസ്ക്. ബോട്ടിൽ ഇനി ചെടി മൊത്തം എടുത്ത് ഫിക്സ് ചെയ്ത് വെക്കണം. അയ്യോ, ഒരു ചെടി ഫിക്സാക്കി. ആൻഡ് ഇനിയാണ് വേറൊരു പ്രശ്നം, ഈ എടുത്ത ചെടി കുറച്ച് നീളം കൂടി പോയെന്ന് ഡൗട്ടുണ്ട്. അതിനകത്ത് ഫിറ്റ് ആവുകയില്ലയോ എന്നുള്ളത്. എനിവേ ഇയർഗോ നത്തിങ്. ഞാൻ കഴിയുന്നത്ര ചെടി ഒന്തി കയറ്റിയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഇതൊരു ഐ തിങ്ക് ഒരു ഫീൽഡ് പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നു. നിങ്ങൾ വേറെ ഏതെങ്കിലും വീഡിയോസ് എല്ലാം പോയി കണ്ടെങ്കിൽ മനസ്സിലാവും. ബട്ട് ഇത് ഞാൻ ഒരിക്കൽ കൂടി ചെയ്യും. ബട്ട് ഇപ്പമല്ല, ഒരു മഴക്കാലം വരുമ്പോൾ നമുക്ക് ചെറിയ മോശം കറക്റ്റ് കിട്ടില്ല. അന്നേരം കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഞാൻ ഏതായാലും വെറുതെ ഇരിക്കുന്നു, ട്രൈ ചെയ്തതാണ്. എനിവേ ദിസ് ഇസ് ദി എൻഡ് പ്രൊഡക്റ്റ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു കാണുന്ന രസമുണ്ട്, അല്ലാണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നും രസമില്ല. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ സൈഡിൽ ഞാൻ 2 വീഡിയോ വെക്കാം, ഏതെങ്കിലും ഒന്ന് കണ്ടു നോക്ക്, ഇഷ്ടപ്പെടും ഐ ആം ഷുവർ.